ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് മത്തിയാണ് കേട്ടോ കിട്ടിയത്. ഇവിടെ കുറച്ച് കുരുമുളകും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ മത്തിയും കുരുമുളകും ഇട്ടിട്ട് കുടംപുളി ഇട്ട് വെച്ചാലോന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുരുമുളക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മളെ മത്തി നന്നായിട്ട് കഴുകി വെച്ചതാണ്. മുറിച്ച് കഴിഞ്ഞ ശേഷം അതൊന്ന് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചട്ടിയിലിട്ടു. നല്ല വെട്ടി തിളങ്ങണ മത്തിയാണ് കേട്ടോ. ഇനി ആ കുരുമുളകൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ കുരുമുളക് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലോട്ട്. അപ്പോൾ നല്ല കഴുകിയതുകൊണ്ട് നല്ല നനഞ്ഞ കുരുമുളകാണ്. അപ്പോൾ ഒരു 3 സ്പൂണ്. ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ കുരുമുളക്. ഞാനിവിടെ ഒരു 3 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ കുരുമുളകാണ്. അപ്പോൾ ഓരോരുത്തരും എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി അതിലോട്ട് ഒരു 2 തക്കാളിയും ഒരു 2 പച്ചമുളക് വേണം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി വേണം. ഇതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അത് വാട്ടൊന്നും വേണ്ട. നമ്മൾ എണ്ണയിലിട്ട് വാട്ടുന്നൊന്നുമില്ല. അതിലോട്ട് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി മതി. മുളക് പൊടിയൊന്നും ആവശ്യമില്ല. കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളകിൻ്റെ എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 2 സ്പൂൺ കേട്ടോ മല്ലിപ്പൊടി ഇട്ട്. അതിന് ശേഷം അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി അതിലോട്ട് ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തോടെ കഴുകിയിട്ടതായതുകൊണ്ട് ആ വെള്ളത്തോടെ തന്നെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. കൈകൊണ്ട് പുരട്ടിയാലും മതി. ഇനി അതിൻ്റെ മുന്നേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് നമ്മൾ വാട്ടിയെടുക്കാത്തതുകൊണ്ട് വെളിച്ചെണ്ണയും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പം നന്നായിട്ട് സ്പൂൺ കൊണ്ടാണ് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ വേവാനുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ കൈ കൊണ്ടൊന്ന് നന്നായി പുരട്ടി കൊടുത്താൽ മതി. ഇനി ഞാനിത് കണലിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കുറച്ച് ചാറ് വേണം കേട്ടോ കൂട്ടാൻ. അതുകൊണ്ട് ഞാൻ ഇതിലോട്ടൊരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചാറ് അത്ര വേണ്ടാത്തവർ ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതിലോട്ട് ഒരു ഗ്ലാസ് നിറയെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതാണത്. ഇതിനി നന്നായിട്ടൊന്ന് കത്തിച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. മത്തി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെന്താൽ മതിയാവും. ഒരു മൂടിയൊക്കെ എടുത്തിട്ട് അടച്ചു കൊടുക്കണം. അപ്പോഴത്തേക്കത് വെന്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മത്തി ഇവിടെ വെന്ത് കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ എടുത്ത് വെച്ച മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് വറവിടാത്ത കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്.